അതേപോലെ നിങ്ങൾ എപ്പോഴും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചോദിക്കാനൊന്നുമില്ല, എല്ലാവരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പണ്ടൊക്കെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു ഇതുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശ് പോകുന്നത് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ വഴിയെല്ലാം എന്നിട്ടുള്ള ആ ഒരു ഒച്ച മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കുമ്പോഴാണ് വലിയ വലിയ ട്രാൻസാക്ഷൻസ് നമ്മൾ അറിയും, വലിയൊരു എമൗണ്ട് കുറയുമ്പോൾ. അല്ലാതെ ഈ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ 10, 20, 30 പോകുന്നത് നമ്മൾ അറിയ പോവില്ല. സോ അതിനൊരു പോംവഴിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഗൂഗിൾ പേൻ്റെ അകത്ത് ഇതേപോലെ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ UPI ലൈറ്റ്, അതായത് നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിപ്പം ഐഫോണിൽ അവൈലബിൾ അല്ല, ആൻഡ്രോയിഡിൽ പുതിയ ഡിവൈസിലുണ്ട്. ഐഫോണിൽ, ആൻഡ്രോയിഡിൽ എല്ലാ ഡിവൈസിലും അത്യാവശ്യം ആൻഡ്രോയിഡ് 13 മേലോ അല്ല 14 അത് അതിന്റെ പിന്നോട്ടിലോട്ട് ഒരു 11 തൊട്ട് മേലോട്ടുള്ള ഡിവൈസിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഡിവൈസിലാണ്. അപ്പം അതിൽ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ആൻഡ് പേന്റെ തൊട്ടിപ്പുറത്തായിട്ട് UPI ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. UPI ലൈറ്റിൽ നമുക്ക് ഒരു എമൗണ്ട്, അതായത് ഇപ്പോൾ 500 ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീക്കിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് 500 എക്സീഡ് ആയി പോകാതിരിക്കാൻ വേണ്ടി 500 നമ്മൾ UPI ലൈറ്റിൽ ആഡ് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് പുറത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ടീ ആൻഡ് സ്നാക്സ് കഴിക്കുന്നവരുണ്ടാവും. അതേപോലെ പുറത്ത് ആ ഒരു വീക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഒരു എമൗണ്ട് എന്തായാലും നമ്മളെ ബഡ്ജറ്റിലുണ്ടാവും. അപ്പൊ ആ ഒരു എമൗണ്ട് മാത്രം അതിൽ ആഡ് ചെയ്യുക, എന്നിട്ട് അത് എക്സീഡ് ആവാതെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. അപ്പൊ ഈ ഒരു എമൗണ്ടിന്റെ ഉള്ളിലിരിക്കണം നമ്മൾ ആ ഒരു വീക്കില് ചായ കുടി. അപ്പൊ നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പൊ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നടിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല. UPI ലൈറ്റ് കയറി കഴിഞ്ഞിട്ട് ഇതേപോലെ പേ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലെറ്റ്സ് ടെക്കി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ലെറ്റ്സ് ടോക്ക് മോർ ടെക്. ആ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫുൾ ലെങ്ത് വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ.